ദൈവം നിങ്ങളുടെ ഒരു ആവശ്യത്തിന് പോലും പകുതി മനസ്സോടെ ഉത്തരം തരാൻ തയ്യാറാകുന്നില്ല. അവിടുന്ന് നൽകുന്ന എല്ലാ മറുപടികളും പരിപൂർണ മനസ്സോടും സമ്പന്നമായിട്ടും തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. ദൈവം നിങ്ങളുടെ ഒരപേക്ഷകൾക്ക് പോലും പകുതി മനസ്സോടെ ഉത്തരം തരുന്നില്ല. അവിടുന്ന് തരുന്നതെല്ലാം തന്നെ സമ്പന്നമായിട്ടാണ്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ കൃപയെ കേൾക്കുവാൻ ലോകമെമ്പാടും എന്നെ ദർശിക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ പൗലോസ്ലീഹ റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: യഹൂദനെന്നും വിജാതീയനെന്നും ഭേദമില്ല, ദൈവം എല്ലാവരുടെയും കർത്താവത്രേ. ദൈവം അവരുടെയും ഇവരുടെയും ദൈവം മാത്രമല്ല, ദൈവം സകലരുടെയും ദൈവമാണ്. അടുത്ത വാക്ക്: തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ഉദാരമായി അനുഗ്രഹിക്കുന്നു. ഇത് സ്വതന്ത്രമായൊരു ഭാഷാന്തരമാണ്. ഒറിജിനൽ വേർഷനിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ദൈവാലോചനയിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു കാര്യം പറയട്ടെ. അനുഗ്രഹീതമായ നമ്മളുടെ കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 2-ാം ദിവസമാണിന്ന്. നിങ്ങളെ ഞാൻ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ പകലിലെത്തി, കഴിഞ്ഞ രാത്രിയിലും വന്ന് ധാരാളം പേർ ആത്മീക അനുഗ്രഹം പ്രാപിച്ചു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങളോടുകൂടെ ഉപവസിക്കുന്ന ദൈവമക്കളുണ്ട്. നിങ്ങളെയും ഈ പകലിലെ ദൈവകൃപയെ അനുഭവിക്കുവാനായി സന്തോഷത്തോടെ ഞാൻ കോട്ടയത്തേക്ക് ക്ഷണിക്കുകയാണ്. നാഗമ്പടത്തോ തിരുനക്കരയോ KSRTCയിലോ വന്നിറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് IMA ഹാളിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വന്നു ചേരാൻ കഴിയും. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. നിങ്ങൾ വരുന്നത് ഏത് നിരാശ നിറഞ്ഞ പ്രശ്നവുമായിട്ടാണെങ്കിലും നിങ്ങൾ മടങ്ങുന്നത് യേശുവിൻ്റെ അനുഗ്രഹങ്ങളും സമൃദ്ധിയും അത്ഭുതങ്ങളും പ്രാപിച്ചു തന്നെ ആയിരിക്കും. ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ. ഈ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഏത് ആവശ്യത്തിൻ്റെ മേലായാലും വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവം മറ്റു മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ നിങ്ങൾക്ക് നൽകുവാൻ തക്കവിധം സമ്പന്നമായൊരു ഹൃദയത്തോടുകൂടെ കർത്താവ് നിങ്ങളെ നോക്കിക്കാണുന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ദൈവം ഒരിക്കലും നമ്മുടെ ഒരു ആവശ്യത്തിനും പാതി മനസ്സോടെ ഉത്തരം തരുന്നില്ല. മനസ്സില്ല മനസ്സോടെ ദൈവം ആർക്കു വേണ്ടിയും പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് തന്നാൽ തന്നതാണ്. അവിടുന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളിയാൽ അരുളിയതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു നിലയിലാണെങ്കിൽ പോലും ഈ ദിവസത്തിലെ പ്രാർത്ഥനാ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഉത്തരം ഒരു ചെറു രീതിയിലാണെങ്കിൽ പോലും അത് വെളിപ്പെട്ടു വരുന്ന ഒരു ചെറു ചലനം നിങ്ങൾ കണ്ടു എങ്കിൽ അത് വിട്ടുകളയരുത്. അതിനെ മുറുകെ പിടിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് കയറിക്കോണം. കാരണം തുറക്കപ്പെട്ടത് പാതി വഴിയിൽ അടയുന്നതല്ല, പെർമനന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവം ഒരു ഉറവ തുറന്നെങ്കിൽ ഉറപ്പിച്ചോളുക, അത് നിന്റെ ജീവിതകാലത്തിന് ശാശ്വതമായി ഒഴുകുന്നൊരു നദി തന്നെ ആയിരിക്കും. ആരെല്ലാം അതിനെ അടയ്ക്കാൻ ശ്രമിച്ചാലും കർത്താവ് തുറന്നു നൽകിയത് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാകയാൽ ദൈവം നൽകിയത് സമ്പന്നമായ ഒരു ഉറവയാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടമായ പദവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിനെ എപ്പോഴും നമ്മൾ നോക്കിക്കാണുന്ന ഒരു പദവി എന്ന് പറയുന്നത് ദാതാവ് എന്ന നിലയിലാണ്. നമുക്കെപ്പോഴും ആവശ്യമുള്ളതെല്ലാം തരുന്ന ഒരു നാഥൻ, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്ന ഒരാൾ. ഈ പദവിയിൽ ദൈവം സന്തോഷിക്കുന്നുണ്ട്. താനും എന്നോട് ചോദിച്ചുകൊള്ളുക എന്ന് വാതോർന്ന ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നീ ആവശ്യപ്പെടുന്നത് ചെയ്തു തരാമെന്ന് നമ്മളോട് വിശ്വസ്തമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ താൻ ദാതാവാണെന്നുള്ള കാര്യം ദൈവം തെളിയിക്കും. കാരണം ഈ വചനം അതാണ് പറയുന്നത്. തന്നോട് ചോദിക്കുന്ന ഏവനും ഔദാര്യമായി നൽകുവാൻ തക്കവിധം അവിടുന്ന് സമ്പന്നനാണ്. നമുക്കിന്ന് രാവിലെ ഒരു പേരുണ്ട്, ദൈവത്തിൽ നിന്നും വാങ്ങുന്നവൻ. ദൈവം നൽകുന്നവനും നമ്മൾ വാങ്ങുന്നവരുമാണ്. ഇന്ന് രാവിലെ ഒറ്റ ബോധ്യം മാത്രം മതി. വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുന്ന ഒരു കരം എനിക്കുണ്ട്. ഏത് ആവശ്യത്തിന് മേലാണെങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം എൻ്റെ ജീവിതത്തിന് മീതെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ ഭാരപ്പെടുന്നത് എന്ത് പ്രശ്നത്തിന്റെ മേലാണെങ്കിലും, അത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആകട്ടെ, നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭവനത്തിന്റെ ഒരു ആവശ്യമാകട്ടെ, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിക്കൊള്ളട്ടെ, ദൈവവേദനയെ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മനസ്സ് വല്ലാതെ നീറിപ്പോകുന്ന ഒരു വിഷയമായിക്കൊള്ളട്ടെ, അതിൻ്റെ മേൽ ഉത്തരം വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരു സ്വരം സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അനുഗ്രഹങ്ങൾ അവിടെ നിന്നും താഴേക്ക് പൊഴിഞ്ഞു വീഴും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് ഇന്ന് രാവിലെ വരാൻ പോവുകയാണ്. വിളിച്ചപേക്ഷിക്കുന്ന ഏവനും നൽകുവാൻ തക്കവിധം സമ്പന്നൻ. കർത്താവ് ചിലത് തന്നാൽ
തന്നു എന്നത് ആർക്കും ബോധ്യപ്പെടുന്ന നിലയിൽ അതിനൊരു വലിപ്പമുണ്ടാകും. ദൈവം നിങ്ങൾക്ക് നൽകി തരുമ്പോൾ താൻ സമ്പന്നനാണ് എന്നുള്ള സിഗ്നേച്ചറോട് കൂടെയാണ് ദൈവം അത് തരുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കേണ്ടതില്ല. കർത്താവേ എനിക്ക് തരണമേ എന്നുള്ളതായ നിലയിൽ ഒരാവശ്യം അങ്ങോട്ട് വെക്കുമ്പോൾ ഇത്രയൊക്കെ ദൈവത്തെ കൊണ്ട് പറ്റുമെന്നുള്ളതായി ഒരു ചെറുപരിമിതി ഉള്ളിൽ കരുതേണ്ടതില്ല. ഏറ്റവും വലുത് തന്നെ വരുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഏറ്റവും വലുത് തരാൻ പ്രാപ്തനായ കർത്താവിനോടാണ് ഞാൻ ഇത് അഭ്യർത്ഥിക്കുന്നതെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടെ തന്നെ കർത്താവിനോട് ചോദിക്കുക. കർത്താവിന് ദാസനായ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ബൈബിൾ വിവർത്തനം ചെയ്യുവാൻ ദൈവത്താൽ പ്രയോജനപ്പെട്ട ശ്രേഷ്ഠ ദൈവമനുഷ്യൻ വില്യം കേരിയുടെ ശവകുടീരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്കുണ്ടത്രേ, അത് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് എന്നാണ്. ദൈവത്തിൽ നിന്ന് മഹത്തരമായതും വലുതായതുമായ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തോട് ഒരു ദൈവമനുഷ്യന് പറയാനുള്ള സന്ദേശമാണത്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മരിക്കാത്ത വാക്കുകളായി അദ്ദേഹം അത് അവശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അത് അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, ദൈവം ചോദിക്കുന്നവർക്ക് തരുവാൻ സമ്പന്നനാണ്. നിങ്ങൾക്ക് അനിവാര്യമായത് തരുന്നതിൽ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. അവിടുന്ന് അതിൽ പിശുക്ക് കാണിക്കുന്നില്ല, അവിടുന്ന് അതിൽ ഒട്ടും പിടിച്ചു വെക്കുന്നില്ല. സകലർക്കും എല്ലാം വിട്ടുകൊടുക്കുവാൻ സന്നദ്ധനായിരിക്കുന്ന ഒരു നാഥൻ. വിശുദ്ധ റോമാലേഖനത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? കുറെ നാളുകൾക്ക് പുറകിൽ ദൂരെ ഒരു സ്ഥലത്തു നിന്നൊരു അമ്മ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ ആ അമ്മ ദൈവത്തോട് പറഞ്ഞൊരു വാക്ക് എൻ്റെ വീടിന്റെ ഭിത്തിയിൽ ഞാനൊരു പെൻസിൽ കൊണ്ട് എഴുതിയിട്ടു. ആ സ്ത്രീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ നീ ഒന്നും പിടിച്ചു വെക്കുന്നില്ല, നിന്നോട് ചോദിക്കുന്ന ഏവർക്കും നീ ഔദാര്യമായി കൊടുക്കുന്ന എല്ലാം തുറന്നു കൊടുക്കുന്ന നല്ല വാതിലുകളുടെ നാഥനാണ്. എനിക്ക് ആ 2 വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു. കർത്താവേ നീ ഒന്നും പിടിച്ചു വെക്കുന്നില്ല, ദൈവമേ നിന്റെ അരികിൽ വന്ന് ചോദിക്കുന്ന ഏവർക്കും നീ എല്ലാം തുറന്നു കൊടുക്കുന്ന നല്ല വാതിലുകളുടെ നാഥനാണ്. ഒന്നും പിടിച്ചു വെക്കാത്ത ദൈവം, എല്ലാം തുറന്നു നൽകുന്ന നല്ല നാഥൻ, നല്ല വാതിലുകളുടെ നാഥൻ. ഈ 2 യോഗ്യതകൾ നമ്മുടെ യേശുവിന് മാത്രമാണ് ഇന്ന് രാവിലെ ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സ്വഭാവം തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. നിങ്ങൾ കൈമലർത്താൻ തയ്യാറായാൽ അവൻ നിങ്ങൾക്ക് വേണ്ടത് തരും. അത് നിങ്ങളുടെ ഇന്നത്തെ ആവശ്യത്തിന്റെ ഉത്തരം എന്ത് രൂപത്തിലുള്ളതാണേലും അവിടുന്ന് അത് തരും. മരണപ്പെട്ട സഹോദരനെ ആ സഹോദരിമാർക്ക് മാർത്തയ്ക്കും മറിയയ്ക്കും തിരിച്ചു കൊടുത്ത, യായിറോസിന്റെ പുത്രിയെ പിതാവിന് കൊടുത്ത, നയിലിലെ വിധവയുടെ മകനെ ആ കരഞ്ഞു നിന്ന അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത യേശു. താങ്ക് യു ജീസസ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തെ നഷ്ടപ്പെട്ട എന്ത് വലിപ്പമുള്ളതായാലും, എത്രമാത്രം കടമ്പകൾക്കപ്പുറത്ത് തിരികെ കിട്ടാതെ വണ്ണം കുരുങ്ങിക്കിടക്കുന്ന വിഷയമായാലും ചോദിക്കാനും കൈമലർത്താനും സന്നദ്ധനാകുന്ന നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാവിലെ അതിനെ തുറക്കുമെന്ന് ഞാൻ ആധികാരികമായി തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവം സ്വർഗത്തിൽ ഇന്ന് രാവിലെ ദാനങ്ങളുടെ കലവറ തുറക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലർക്ക് നൽകാമെന്ന നിലയിൽ ഒരു കാറ്റഗറി വെക്കുന്നില്ല. തന്നോട് യാചിക്കുന്ന ഏവനും നൽകുവാൻ അവൻ സമ്പന്നൻ, ഏവർക്കും കൊടുക്കുവാൻ സമ്പന്നൻ. അതിനകത്ത് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. അതിൻ്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് നിന്ന് ഡിമാൻഡ് ചെയ്യാം, യേശുവേ നാഥ അവരെ അനുഗ്രഹിക്കുവാൻ അങ്ങ് മതിയായവനായിരുന്നുവെങ്കിൽ എന്നെ അനുഗ്രഹിക്കുവാൻ അങ്ങ് മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെ ഉയർത്തിയെങ്കിൽ നിങ്ങളെയും ഉയർത്തും, മറ്റുള്ളവരെ വിടുവിച്ചുവെങ്കിൽ നിങ്ങളെയും വിടുവിക്കും. വേറൊരുവന് വേണ്ടി ഉയർച്ച നൽകിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും തരും. കാരണം മുഖപക്ഷങ്ങളില്ല, വേർതിരിവുകളില്ല. ഇവിടെ ദാനങ്ങൾ നൽകുന്നതിൻ്റെ ഏക മാനദണ്ഡം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ പ്രവൃത്തിയാണ്, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയാണ്. യേശു സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നതിനാലാണ്, യേശു രക്തം ഒഴുക്കപ്പെട്ടിരിക്കുന്നതിനാലാണ്, യേശു അടികൾ ഏറ്റതിനാലാണ്. കർത്താവായ യേശു തൻ്റെ ദിവ്യമായ മരണപുനരുത്ഥാനങ്ങളാൽ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചരിതിച്ചു വെച്ചതിൻ്റെ അവകാശം പ്രാപിപ്പാൻ ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ വിളിക്കുന്നു. വരിക, എൻ്റെ പുത്രനെ സ്വീകരിക്കുക. അവനിലൂടെ ഞാൻ നിനക്ക് നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നീ അവകാശിയായിക്കൊള്ളുക. തന്നോട് ചോദിക്കുന്ന ഏതൊരുവനും നൽകുവാൻ തക്കവിധം ദൈവം സമ്പന്നനാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളെ ഒരു യാചനയായി കാണേണ്ട, ദൈവവുമായുള്ള ഒരു അവകാശത്തിൻ്റെ സംസാരമായി മാത്രം ഇന്ന് രാവിലെ അതിനെ വിലയിരുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേവലം തരണേ എന്നുള്ള ഒരു യാചനാസ്വരത്തിൽ നിന്നും മാറിയിട്ട് ദൈവവുമായുള്ള ഒരു ഉടമ്പടി കരാറിലെ വാക്കായിട്ട് അതിനെ നിങ്ങളൊന്ന് രൂപാന്തരപ്പെടുത്തുക. കാരണം തരുവാൻ പ്രാപ്തനായവൻ്റെ മുമ്പിൽ ചെന്ന് ഔദാര്യത്തോടുകൂടെ ചെന്ന് നിന്ന്, അധികാരത്തോടുകൂടെ ചെന്ന് നിന്ന്, അവകാശത്തോടുകൂടെ ചെന്ന് നിന്ന് ചോദിക്കുവാൻ തക്കവിധം ദൈവസന്നിധിയിൽ അവകാശം സിദ്ധിച്ച ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങളുടെ പദവിയെ നിങ്ങൾ നന്നായി വിനിയോഗിക്കുക. അവിടെ യാചകന്റെ വേഷം കെട്ടാതെ പുത്രന്റെ അധികാരത്തോടുകൂടെ ചെല്ലാൻ ധൈര്യം കാണിക്കുക. കാരണം ദൈവം ആ പദവി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പദവിയെ വിനിയോഗിക്കുന്നതിൽ കർത്താവും ആഹ്ലാദിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു നല്ല വസ്ത്രം തന്നു എന്ന് കരുതുക. അത് വാങ്ങി നൽകുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം നിങ്ങളത് ധരിച്ച് കാണണമെന്നുള്ളതാണ്. ഞാൻ പിറ്റേ ദിവസം നിങ്ങളെ കണ്ടു,
അപ്പോൾ ഞാൻ ഇന്നലെ ആ വസ്ത്രം തരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ദിവസം ഇത് ധരിച്ച് നിങ്ങളെ സന്തോഷത്തോടെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിറ്റേന്നും ആ പഴയ കീറിപ്പറിഞ്ഞ ആ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് നമ്മൾ ആ വഴി നിൽക്കുന്നത് നമുക്ക് ദാനം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഞാനത് കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, പുത്രത്വം എന്ന് പറയുന്ന പദവി, തൻ്റെ മക്കൾ എന്നുള്ള പദവി, ധൈര്യത്തോടെ ചോദിക്കുക എന്നുള്ള അവകാശം, ആ സ്വാതന്ത്ര്യം, ഇതെല്ലാം യേശു നൽകിയത് ഉപയോഗിക്കാൻ വേണ്ടിയാ, മൂടി വെക്കാനല്ല. നന്മകൾ ലഭിച്ചവൻ, താലന്തുകൾ ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ടതാണ് നിങ്ങൾ ഇന്ന് വരെ കേട്ട ഉപമകളിലെ സങ്കടമെങ്കിൽ ആ ഗതികളിൽ നിങ്ങൾ ഇന്ന് രാവിലെ ആയി പോകരുത്. ധൈര്യത്തോടു കൂടെ ചോദിക്കുക, കിട്ടിയതിനെ അന്തസ്സായിട്ട് ഉപയോഗിക്കുക. ചോദിക്കുന്ന ഏവനും കൊടുക്കുവാൻ തക്കവിധം എൻ്റെ പിതാവ് സമ്പന്നനാകുന്നു. അങ്ങനാണെങ്കിൽ ചോദിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് വരട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം വരട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ കരങ്ങളിൽ കിട്ടട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പന്നതയിൽ നിങ്ങൾ എത്തട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നിങ്ങൾ വാഴട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പദവിയിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടട്ടെ. സകലതും തരാൻ ശക്തനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇത് സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ദൂത് കേട്ട് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ദൈവമക്കളുടെ കൂടെ എൻ്റെ കർത്താവാം യേശുവിൻ്റെ നൽകുവാൻ സന്നദ്ധമായ മനസ്സിനെ സാക്ഷിയാക്കി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്നതിൻ്റെ മേൽ അവിടുത്തെ തിരുക്കരം ഇപ്പോൾ ചലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ഇത് നൽകുകയാണല്ലോ, എൻ്റെ കർത്താവ് ഇത് ഒരുക്കി കൊടുക്കുകയാണല്ലോ. ഇനി ഇതിൻ്റെ മേൽ ഇവർക്ക് യാചനകളില്ല. നൽകിയ അധികാരങ്ങളും അവകാശങ്ങളും അന്തസ്സോടുകൂടെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് നൽകുന്നതിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ മുൻപോട്ട് പോകാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ പിതാവ് കേട്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തിരുക്കരം തുറന്നിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദൂത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ വിശുദ്ധ ശുശ്രൂഷയിൽ കോട്ടയം IMA ഹാളിൽ വെച്ച് നടക്കുന്ന ഈ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 3 എന്ന വിടുതൽ ശുശ്രൂഷയുടെ 2ാം ദിനത്തിൽ നിങ്ങൾ എത്താൻ മറക്കരുത്. വരിക. രാവിലെ 10 മണി മുതൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.